ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയുടെ ടൈറ്റിൽ വാട്ട് ഈസ് യുവർ മെറ്റാഫിസിക്സ് എന്നാണ്. ഓക്കെ, അപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ എന്താ പറയാ ഒരു ഡിബേറ്റിൽ ഏർപ്പെടുകയുണ്ടായത്. ടോപ്പ് ഡൗൺ തിങ്കിങ് അഡോപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഹൗ ആർ യു ഗോയിങ് ടു ഇന്ററാക്ട് വിത്ത് ദ വേൾഡ് ഇൻ എ അറീന എന്നാണ്. എ ടൂൾസ് മെച്ചുവേർഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് നിങ്ങളുടെ മെറ്റാഫിസിക്സ് എന്നുള്ളതാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്നതാണ് എനിക്ക് എൻ്റെ ഒരു പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളിപ്പോ എല്ലാവരും ശാസ്ത്രാധിഷ്ഠിത ചിന്താ പദ്ധതി ഉള്ള ആൾക്കാരാണ്. ഓക്കെ, പക്ഷേ വളരെ കൗതുകം എന്ന് പറയട്ടെ, ശാസ്ത്രത്തിന് പോലും ഒരു മെറ്റാഫിസിക്സ് ഉണ്ട്. അതായത് ആധുനിക ശാസ്ത്രം വർക്ക് ചെയ്യുന്നത് കുറച്ച് പ്രമാണങ്ങളെ അധിഷ്ഠാനമാക്കിക്കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രമാണങ്ങൾക്ക് നിരക്കാത്തതൊന്നും ശാസ്ത്രത്തിന്റെ അന്വേഷണ പരിധിയിൽ വരില്ല. അതുകൊണ്ട് എപ്പോഴും ശാസ്ത്രത്തിന് ഗ്യാപ്പ് ഉണ്ടാവും. അതിനെ അവർ എന്താ പറയുക, പ്രോമിസറി മെറ്റീരിയലിസം എന്നാണ് പറയുന്നത്. അതായത് ഇവൻച്വലി സയൻസ് വിൽ ഹാവ് ആൻസേഴ്സ് ഫോർ ഓൾ ദ ക്വസ്റ്റ്യൻസ്. അൺടിൽ ദെൻ അവർ ശാസ്ത്രത്തിന്റെ ചിന്താപദ്ധതിയോ ശാസ്ത്രത്തിന്റെ അളവുകളോ അവർ മാറ്റാൻ തയ്യാറാകത്തോളം കാലം ഈ ബാറ്റിൽ ഗോഡ് ഓഫ് ഗ്യാപ്സ് എന്ന് എത്തിസ്റ്റുകളും ശാസ്ത്രത്തിന്റെ അപൂർണതയെക്കുറിച്ച് ശാസ്ത്രമാത്രവാദികളല്ലാത്തവരുടെ ഒരു ബാറ്റിൽ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴാണ് എയുടെ ആവിർഭാവം. അപ്പോ ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ അഥവാ ജെൻ AI മോഡൽസ്, അതിന്റെ ക്ലാസിക്കൽ ജെൻ AI മോഡൽസിന് അതൊരു നെക്സ്റ്റ് വേർഡ് പ്രഡിക്ഷൻ മാത്രമായിരുന്നു. പിന്നെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ത്രൂ വെരിഫയബിൾ റിവാർഡ്സ് എന്ന് പറഞ്ഞ മെത്തേഡ് വന്നിട്ട് റീസണിങ് മോഡൽസ് കൂടി ആയി കഴിഞ്ഞപ്പോൾ ഒരു ന്യൂറോ സിംബോളിക് റിഗ്രഷൻ മോഡൽസ്, ഹൈറാർക്കിക്കൽ മോഡൽസ് എന്തോ വരുന്നു എന്ന് പറഞ്ഞേക്കുന്നു. നൗ ജനറേറ്റീവ് AI ഹാസ് ആക്ച്വലി ഇംപ്രൂവ്ഡ് എ ലോട്ട്. അപ്പൊ അതിന് ഇമ്മൻസ് കോഗ്നിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ട്. പിന്നെ ഈ ജനറേറ്റീവ് AI കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഓക്കെ, ഈ പല അഡ്വാൻറ്റേജ് ഈ എന്താ പറയാ ഒരു ഡെലിബറേറ്റ് സ്റ്റഡി നടത്തിയിരിക്കുന്നവർക്ക് കിട്ടിയിരുന്നത് അവരുടെ അഡ്വാൻറ്റേജിനേക്കാളും അവരുടെ പ്രതിയോഗികളുടെ വീക്ക്നെസ്സസിൽ എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോ ഒരു പുതിയ ചിന്താഗതി തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോ ഈ AI ഉണ്ടെന്നോ അതിൽ, പക്ഷെ അതൊരു ഹ്യൂമൻ ലെവലില് ഓക്കെ AI വിൽ ഓഗ്മെന്റ് ചെയ്യും. പക്ഷേ AI അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് ഒരു എന്താ പറയാ അണ്ടർ യൂസ് ഓഫ് AI ആണ്. അപ്പൊ AI നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേൾഡിന്റെ കളക്റ്റീവ് ഇന്റലിജൻസ് നിങ്ങൾക്ക് ഹാർനസ് ചെയ്യാനുള്ള ഒരു സുവർണ അവസരമാണ്. പണ്ട് മാസങ്ങളൊക്കെ എടുത്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് ദിവസങ്ങൾ എടുത്തിരുന്ന കാര്യങ്ങൾ മണിക്കൂറുകൾ കൊണ്ടും പഠിക്കാവുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ അവിടെയും ഒരു പ്രശ്നം ഇരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശീലിച്ചതേ പാലിക്കൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗാർബേജ് ഔട്ട് പ്രോബ്ലം ഉണ്ട്. എവറി പേഴ്സൺ ഡിസേർവ്സ് ദി AI he gets, every group gets the AI they deserve, and every company gets the AI they deserve. അപ്പൊ ഒരു എവറി ട്രൈബ് ഗെറ്റ്സ് AI they deserve എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോ ഒരു ബോട്ടം അപ്പ് തിങ്കിങ് ഉള്ള മെജോറിറ്റി ആൾക്കാരുള്ള ഒരു എന്താ പറയാ, അതായത് അറ്റ്ലീസ്റ്റ് ഇൻ IT ഞാൻ കണ്ടിരുന്നത് മെജോറിറ്റി ആൾക്കാരും ബോട്ടം അപ്പ് തിങ്കേഴ്സ് ആണ്. ഇനിയിപ്പോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എപ്പോഴും ഒരു ബോട്ടം അപ്പ് ആയിട്ട് തന്നെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. മോക്ക് ആൻഡ് സ്റ്റെപ്പ് ഡെവലപ്മെന്റ് ചെയ്തിട്ട് സോഫ്റ്റ്വെയറിൽ ബെൽസ് ആൻഡ് വിസിൽസ് ആഡ് ചെയ്യുന്ന ഒരു പദ്ധതി ചിലപ്പോൾ സ്റ്റാർട്ടപ്പിൽ ഉണ്ടായേക്കാം. പക്ഷെ മിക്ക സ്ഥലത്തും ഈ അജൈൽ ഡെവലപ്മെന്റ് മോഡൽ ഉള്ള സ്ഥലത്ത് ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് ടുവേർഡ്സ് കോഡിംഗ് ഉണ്ട്. അപ്പോൾ ഒരു ഇൻഫർമേഷൻ പ്രീഫെക്ട് ചെയ്തിരിക്കുന്ന ഒരു മോസ്റ്റ് ഡെവലപ്പേഴ്സ് ഹിയർ ആർ ഡിസ്പോസേഴ്സ്. ദേ ഡിസ്പോസ് ഓക്കെ വാട്ട് ഈസ് പ്രപ്പോസ് ടു ദം. പക്ഷേ ഒരു പ്രപ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയാ ഒരു ടോപ്പ് ഡൗൺ ലെൻസ് വേണം. ഇതൊരു ബോട്ടം അപ്പ് ലെൻസ് ആണ് കാണുന്നത്. അപ്പൊ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ വാട്ട് വർക്ക് ഫോർ ദം നീഡ് നോട്ട് ബി എന്താ പറയാ സ്പെസിഫിക് കേസ് ഫോർ എ മോർ ജനറൽ തിങ്. അത് ചിലപ്പോ ഒരു എക്സെപ്ഷൻ ആയിരിക്കും. അപ്പോ പലപ്പോഴും ഞാൻ കോൺഫ്ലിക്ട് വെൻ യു ലുക്ക് തിങ്സ് ഫ്രം എ ടോപ്പ് ഡൗൺ പെർസ്പെക്റ്റീവ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് യു വിൽ ബി ഏബിൾ ടു സീ മോർ. ഇനി അത് മാത്രമല്ല, നമുക്ക് പല ലെവൽസ് ഓഫ്
ഡിസ്ക്രിപ്ഷനും മറ്റേ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രീഷൻ, അതായത് വിവേചന തലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു സീ തിങ്സ് ഫ്രം എ മൾട്ടി ഫാസറ്റഡ് പെർസ്പെക്റ്റീവ്. അപ്പോ എന്താണ്, അപ്പോ ഒരു മെറ്റാഫിസിക്സ് നമുക്ക് വേണം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ യു മൈറ്റ് ബി എൻ ഐഡിയലിസ്റ്റ്, ഒരു മെറ്റീരിയലിസ്റ്റ് ആവാം, ചിലപ്പോ ഒരു ടേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ബട്ട് ദർ ഷുഡ് ബി സം കൈൻഡ് ഓഫ് എ ദർശനം ഓർ വിഷൻ വിച്ച് എവരി വൺ ഷുഡ് ഹാവ്. അപ്പൊ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സാങ്കേതിക തലത്തിൽ ചെയ്യണമെന്നുണ്ട്. if one needs to tap to the knowledge sources out there, അങ്ങനെ വരുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റിക്സ്, ലോജിക്, സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, സെറ്റ് തിയറി, റിലേഷൻ, ഫംഗ്ഷൻ, ഗ്രൂപ്പ്, റിംഗ്, ഫീൽഡ്, ഇന്റഗ്രൽ ഡൊമൈൻ, കാറ്റഗറി, ഇതിനെ കുറിച്ചൊക്കെ ഒരു ജ്ഞാനം വളരാനുള്ളതാണ്. ഇപ്പൊ റിലേഷണൽ ആൾജിബ്ര ആണെങ്കിൽ ഓക്കെ, യു ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് റിലേഷൻസ്, ഈക്വലൻസ്, ക്ലാസസ്, പിന്നെ എന്താ പറയാ നമ്മുടെ പാർട്ടീഷൻ പ്രൊഡക്റ്റ്, പ്രെഡിക്കേറ്റ്, അങ്ങനെ കുറെ എന്താ പറയാ തിയറി ഓഫ് റിലേഷൻസ് ആയിട്ട് ഉള്ള കാര്യങ്ങളെ കുറിച്ച് നല്ലൊരു ധാരണ വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു വാണ്ട് ടു റൈറ്റ് എ ഡാറ്റ സിൻക്രണൈസേഷൻ സോഫ്റ്റ്വെയർ, സെറ്റ് സിമെട്രിക് ഡിഫറൻസ് ഒക്കെ അതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ വേണം. ഇനി ഇഫ് യു വാണ്ട് ടു വർക്ക് വിത്ത് എന്താ പറയാ ഈ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ്, യു ഷുഡ് ഹാവ് ഗുഡ് നോളജ് ഇൻ ലീനിയർ ആൾജിബ്ര. അപ്പോൾ ട്രമെൻഡസ് എമൗണ്ട് ഓഫ് മാത്തമാറ്റിക്കൽ അപ്പാരറ്റസ് വൺ ഹാസ് ടു get it. ഓക്കെ, പിന്നെ ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ജീവിത വീക്ഷണം എന്ന നിലയിൽ ഇപ്പോ ഇന്ന് ഒരു ലെഫ്റ്റ് ലീനിങ് ലിബറലിസം അല്ലെങ്കിൽ റൈറ്റ് ലീനിങ് ലിബറലിസം, ഇത് തമ്മിലുള്ള ഒരു ബാറ്റിലാണ് ഒരു പൊളിറ്റിക്കൽ തലത്തിൽ നടക്കുന്നത്. പക്ഷേ ആ ഒരു ഇതിന്റെ ഉള്ളിലൊരു പ്രോബ്ലം ഞാൻ കാണുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ട്രാൻഷ്യൻ ഫാഡാണ്. ഇപ്പോൾ നൗ ക്യാപിറ്റലിസം ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ സ്ട്രെയിൻ. അതായത് ഇനിയിപ്പോ ഒരു നെക്സ്റ്റ് 10 years ഈ രീതിയിലാണ് എക്കണോമി പോകണമെങ്കിൽ there won't be any middle class, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിന് ക്യാപിറ്റലിസം, if it is moving towards hyper capitalism, socialism is not the answer. Capitalism survives because there is no alternative. അപ്പോ അങ്ങനെ കുറെ ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോ ആസ് ലോങ് ആസ് എന്താ പറയാ ഒരു സിവിൽ വാറോ അങ്ങനത്തെ ഒരു കാര്യമോ, അതായത് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ ദ ഗവർണൻസ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ വി ആർ ഇൻ ഫോർ എ ന്യൂ പാരാഡിം. അപ്പോ ജെൻസി എന്നിപ്പോ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു ജനറേഷൻ, ഓക്കെ, പീപ്പിൾ ഹു ചെറിഷ് ദർ ഫ്രീഡം, എവറിത്തിങ്, ഇതൊക്കെ ജസ്റ്റ് ഒരു തിയറി മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെൻ ഐ സ്റ്റാർട്ടഡ് മൈ ലൈഫ്, ഓക്കെ, 6 lakh rupees-നൊക്കെ ഒരു ഫ്ലാറ്റ് കിട്ടുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കാൻ 10 lakh rupees ഒക്കെ മതിയായിരുന്നു. ഇന്ന് അതേ വീട് വാങ്ങിക്കണമെന്നെങ്കിൽ മിനിമം 1 കോടി 20 ലക്ഷം രൂപ. അപ്പോ ഈ വേജസ് ഈ പറയുന്ന രീതിയിലൊന്നും കൂടിയിട്ടില്ല. മേ ബി ഇപ്പോ എൻട്രി സാലറി 10,000 ആയിരുന്നെങ്കിൽ ഇപ്പൊ അത് 30,000 ഉണ്ട്. ഇപ്പൊ 3 times അസറ്റിന്റെ ഇൻക്രീസ് 10 times ആണ്, മറ്റേ 11 times ആണ്. വേജസിന്റെ ഇൻക്രീസ് 3 times ഉള്ളൂ. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും EMI എടുക്കുകയാണ്. ഇപ്പൊ 37 months-ന്റെ ലോൺ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ ദം ടു സ്റ്റാർട്ട് ലൈഫ് ഫ്രഷ്. സോ ദേ ഹാവ് ടു ബി ഐദർ ദേ ഷുഡ് ഗോ വിത്ത് എ സ്റ്റാർട്ടപ്പ് ഓർ അവര് എന്താ പറയാ പാരന്റൽ വെൽത്തിൽ നിന്ന് അവര് ഫൗണ്ടേഷൻ വേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ തിങ്സ് ആർ ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ ഒരു ജനറേഷൻ ഓഫ് പ്രോഗ്രാമേഴ്സ് ഈ കോസ്റ്റ് ആർബിട്രാജ്, കാരണം കോർണർ കേസ് ജോബ്സിലാണ് അവർ കരിയർ ബിൽഡ് ചെയ്തേക്കുന്നത്. ദേ തിങ്ക് ദാറ്റ് ഓക്കെ ഡൂയിങ് ക്രഡ് ദേ കാൻ ആക്ച്വലി സീ ഇറ്റ് ത്രൂ. ഇപ്പൊ ഇന്ന് അവരെ പലരും അധികാര ഇതിലൊക്കെ ഇരിക്കുന്നത്. പക്ഷേ സിൻസ് കോർണർ കേസ് ജോബ്സ് ആർ നോട്ട് ഗോയിങ് ടു ബി ദെയർ ഇൻ എ മാറ്റർ ഓഫ് കപ്പിൾ ഓഫ് ഇയേഴ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇൻഡസ്ട്രി ഇംപ്ലോഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ബൈ 50%. ഇനിയിപ്പോ പുതിയ ഒരു അറ്റ്ലീസ്റ്റ് ഞാൻ നോക്കുമ്പോൾ ഒരു 75% അതായത് അറ്റ്ലീസ്റ്റ് 25% ഷ്രിങ്കേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. IT ഇൻഡസ്ട്രി റെഗുലേറ്റ് ചെയ്യാൻ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അപ്പൊ ഇൻ സച്ച് ചലഞ്ചിങ് ടൈംസ് അപ്പോ എങ്ങനെയാണ് നിങ്ങൾ ടോപ്പ് ഡൗൺ തിങ്കിങ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്? അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്
most programmers, okay, they see their seniors doing this stuff. പക്ഷേ ആ സമയത്ത് ഇപ്പോൾ മേ ബി 15 years ago, ഓക്കെ, ഇപ്പോൾ ടെലകോം റവല്യൂഷൻ ഒന്നും ഈ രീതിയിലില്ല. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ആർബിട്രേജ് ബിസിനസ് വാസ് സ്റ്റിൽ ഇൻ വോഗ്. സർവീസ് കമ്പനീസ് വേറെ ഡൊമിനേറ്റിംഗ്. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഈവൻ ദോ ഷിഫ്റ്റ് ഉണ്ടെങ്കിലും people have improved their performance but not the competence. Okay, അപ്പോൾ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ടുവേർഡ്സ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഇല്ലാതെ മറ്റേ എന്താ പറയാ, ഇറ്റ്സ് ഗോയിങ് ടു ബി ഹാർഡ് ഫോർ മോസ്റ്റ് ഡെവലപ്പേഴ്സ് ഇൻ ദ കമ്മിങ് ഡേയ്സ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് തോട്ട്സ് ഒക്കെ എനിക്കുണ്ട്. ഞാൻ അതിന്റെ സൊല്യൂഷൻസിനെ കുറിച്ച് ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പോൾ ഇപ്പോൾ മെറ്റാഫിസിക്സ് തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഓക്കെ, കോളേജിൽ പഠിക്കുക, ക്യാമ്പസ് ഇന്റർവ്യൂ കയറുക, ബാംഗ്ലൂർക്ക് പോവുക, ഇഷ്ടമുള്ള പെണ്ണിനെ കല്യാണം കഴിക്കുക, ഇങ്ങനെയൊക്കെ ഒരു ജനറേഷൻ തന്നെ കടന്നുപോയി. അത് ആ ഗ്ലോബലൈസേഷന്റെ ഒരു എഫക്റ്റ് ആണ്. അപ്പോ 2011 മാർക്ക് ആൻഡേഴ്സൺ ഒരു പുസ്തകം, ഒരു ആർട്ടിക്കിൾ എഴുതുകയുണ്ടായി, സോഫ്റ്റ്വെയർ ഈസ് ഈറ്റിംഗ് ദ വേൾഡ്. അപ്പോൾ സോഫ്റ്റ്വെയർ പ്രൊലിഫറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അജണ്ടയായിരുന്നു. അങ്ങനെയാണ് സോഫ്റ്റ്വെയറിൽ ഈ പറയുന്നത്, അല്ലാണ്ട് ഒരു ഓർഗാനിക് ആയിട്ട് ഉണ്ടായ ഒരു ഗ്രോത്ത് അല്ല. അപ്പോൾ some tech companies deliberately injected themselves into this thing. അവരുടെ നെക്സ്റ്റ് വേവ് ആണ് ഈ AI is eating the world എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ AI ഇവർ പറയുന്ന രീതിയിലുള്ള പവറോ ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അത് വയബിൾ ആയിട്ട് അത് ചെയ്യാനോ, ഇനിയിപ്പോ ഈ ബ്ലൂ കോളർ ജോബ്സിന് പറയുന്നത് വൈറ്റ് കോളർ ജോബ്സിന് തന്നെയാണ് അടി കിട്ടുന്നത്. സത്യാനടലിലേക്ക് ഉറങ്ങുന്നില്ല എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ഇനിയിപ്പോ ഇവനിപ്പോ AI ടൂൾ വന്നാൽ തന്നെ ഓൺ വാട്ട് ബേസിസ് ഹ്യൂമൻ ഏജൻസി നിലനിൽക്കുവോ, എന്തിന്റെ പേരിൽ മറ്റേ എന്താ പറയാ കമ്പീറ്റ് ചെയ്യും? അപ്പോ rather than trying to see what is happening around, okay, in an emerging scenario, what are the possibilities എന്ന് കണ്ടിട്ട് അതിനുവേണ്ടി കുറച്ച് എന്താ പറയാ കാര്യങ്ങൾ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോ by hook or crook, okay, by introspection or by through deliberation, everybody should have some kind of a top-down approach towards software development, life in general. Okay, maybe there is actually some tendency towards that. Okay, അതായത് ഇപ്പോ പണ്ടാണെങ്കിൽ ലാൻഡ് ഒക്കെ ഒരു അവന്യൂ ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ഇപ്പോ വെർച്വൽ അസറ്റ്സ്, സ്റ്റോക്ക്, അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗോയിങ് ഫോർവേഡ് എന്താ പറയാ, ഒരു ഫിസിക്കൽ അസറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ലൈക്ക് ഇൻ അമേരിക്ക ഇവിടെയും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആവാനാണ് ചാൻസ്. അപ്പൊ അങ്ങനെ ഒരു ലോകത്തില് ജീവിത വീക്ഷണവും ജീവിതശൈലിയും ഒരു എന്താ പറയാ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ടുവേർഡ്സ് കാര്യങ്ങളില്ലെങ്കിൽ സംഗതി കുഴയുമെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് ഇതിലുള്ളത്. വരും കാലങ്ങളിൽ ഞാൻ ചിലപ്പോ എന്താ പറയാ ഇതിന്റെ ഓക്കെ അറ്റ്ലീസ്റ്റ് ബേസ്ഡ് ഓൺ മൈ ഡിസ്കഷൻസ് വിത്ത് പീപ്പിൾ അറൌണ്ട് എങ്ങനെ പോകും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ അമേരിക്കയിൽ തന്നെ പല ആൾക്കാരും ഇന്നർ സിറ്റീസിൽ നിന്ന് ഔട്ട്സ്കേർട്സിലോട്ട് പോയിട്ട് അല്ലെങ്കിൽ 60 kilometers ഒക്കെ കമ്മ്യൂട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. കാരണം ഫോർ എക്സാമ്പിൾ റെന്റ്സ് ആർ so high in the downtown, then people cannot afford to stay. ഇപ്പോ UK-ലാണെങ്കിലും അത് തന്നെയാണ് സിറ്റുവേഷൻ. ആൻഡ് സൂൺ സച്ച് എ തിങ്, ഇപ്പൊ ബാംഗ്ലൂറും റെന്റ് ഈസ് ആക്ച്വലി ഗോയിങ് ഹൈ. മെട്രോ ഒക്കെ വന്നുകൊണ്ട് ഇപ്പൊ നൗ യു ക്യാൻ ഈവൻ സ്റ്റേ ഇൻ കനക്പുര ആൻഡ് then try to commute. അപ്പോ ഐ തിങ്ക് ഒരു എന്താ പറയാ ഒപ്പോണൻസിന്റെ അല്ലെങ്കിൽ കൊളീഗ്സിന്റെ മടി ഓക്കെ ഷുഡ് നോട്ട് ബി എ ഫ്യൂവൽ ഫോർ യുവർ തോട്ട്സ്. അപ്പോ എനിക്ക് ചോദിക്കാനുള്ള ഇത്രേ ഉള്ളൂ. ഓക്കെ, ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് അല്ലെങ്കിൽ ഒരു മെറ്റാഫിസിക്കൽ അപ്രോച്ച് ടുവേർഡ്സ് ലൈഫ് അല്ലെങ്കിൽ ഒരു ഭാവാത്മകതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഈ മിക്ക ആൾക്കാരും ഒരു ഹാപ്പി ഗോ ലക്കി ആറ്റിറ്റ്യൂഡിൽ നിന്ന് അങ്ങനെ ഒരു ഷിഫ്റ്റ് ചെയ്യൂ. ഇനിയിപ്പോ ഇപ്പോ എന്താ പറയാ ജീവിതത്തിന്റെ ശൈലി മാറ്റിയാലും ഭൗതിക ഇന്റലക്ച്വൽ സ്റ്റൈൽ അവർക്ക് മാറ്റാൻ സാധിക്കും. ഒരു 40-50 yearsന്റെ ഹാബിറ്റ് ഒറ്റയടിക്കുക സിറ്റുവേഷൻ ഈസ് ആക്ച്വലി വാറണ്ടിങ്. ഒരു വിത്തൗട്ട് എനി ജർക്ക് പീപ്പിൾ വിൽ ഷിഫ്റ്റ്. എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും. ഞാനിപ്പോ ChatGPTയും ഇതൊക്കെ വന്നിട്ട് 3 കൊല്ലമായി. ഇപ്പോഴും ഒരു ഗാർബേജ് ഔട്ടൊക്കെ ഞാൻ കാണുന്നുണ്ട്.
people haven't improved. They are not using the immense potential of AI in order to do deliberate study on subject or re-evaluating one's knowledge or making one's implicit knowledge into explicit knowledge. അപ്പോൾ ഇതെല്ലാം വരുന്നത് ഒരു എന്താ പറയാ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്. If you want to be at the bleeding edge of the technology or at least എന്താ പറയാ in life ഒരു എന്താ പറയാ അറ്റ്ലീസ്റ്റ് ഒരു 5-10 ഇയേഴ്സിലോട്ടൊരു വിഷൻ അങ്ങനെ സാധ്യമല്ല. എന്താണ് ഓൾ പ്ലാൻസ് ആർ ഫ്യൂട്ടൈൽ ബട്ട് ദാറ്റ് ഷുഡ് നോട്ട് സ്റ്റോപ്പ് യു ഫ്രം പ്ലാനിങ് എന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ പിടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കുറച്ച് കുലങ്കുഷിതമായ ചർച്ച ഈ ഒരു 2 മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ I hope this video will be useful to people. Okay, people are not confused, okay, but there is every reason to get confused because you know one thing, how things will actually eventually fall out. എല്ലാവരും പറയുന്നുണ്ട് ഓക്കെ ഇപ്പോ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാൽ there is no AI around, okay, but people are making money or okay they are actually chucking people in the name of AI എന്ന് പറയുന്നത്. ഇനിയിപ്പോ അങ്ങനെ ഒരു ഫാഡായിട്ട് മാറുമോ ഇനി? പക്ഷെ അറ്റ്ലീസ്റ്റ് എന്താ പറയാ most seniors are actually very happy that അവർക്ക് ഒരു ട്രയൽ ആൻഡ് എററിൽ ഒരു ഡെക്കേഡ് പഠിക്കാൻ സാധിച്ചിട്ടാണ് അങ്ങനത്തെ ടൂൾസ് ഒക്കെ വന്നത്. ബട്ട് വാട്ട് അബൌട്ട് ദെയർ കിഡ്സ്? ഓക്കെ, ദേ വിൽ ബി എന്താ പറയാ ഡിസഡ്വാൻറ്റേജ്, റൈറ്റ്? അല്ല അവർക്ക് ഇപ്പൊ കാരണം കുറെ ഫ്രഷേഴ്സിന് ഇപ്പോ മിക്ക കമ്പനികളും ഉള്ള സ്റ്റാഫിനെ പിടിച്ചു നിർത്തി അവരെ അപ്ഗ്രേഡ് ചെയ്യുന്നതിലാണ് ശ്രദ്ധിക്കുന്നത്, എങ്ങനെ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടിയെടുക്കാം. സോ ഈ യങ്സ്റ്റേഴ്സിന് അവസരം അധികം ലഭിക്കുന്നില്ല ഈ കഴിഞ്ഞ കാലഘട്ടത്തിന് അനുസരിച്ച്. പിന്നെ ഈ പ്രോബിലിറ്റി ഓഫ് ഡൂം ഓഫ് AI യൂസിലൊക്കെ റിച്ച്മെന്റും ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇൻ 2 years ടൈം ഏജ് വരും. പിന്നെ വാട്ട് ഹ്യൂമൻസ് വിൽ ഡു, അങ്ങനെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഇതും പറയുന്നുണ്ട്. ഇനിയിപ്പോ ആൾക്കാർ പറയാണ് ഓക്കെ AI അഫക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞവര് തന്നെ അവരെങ്ങനെ അത് മറികടക്കുന്നുള്ളതാണ്. പക്ഷെ ഒരു how human societies will function in the age of AI. ഇനിയിപ്പോ റോബോട്ടിക്സിന്റെ of course ഇത്രയും റോബോട്ട്സ് ഒന്നും നമുക്ക് ഒരുമിച്ചൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ഇനി വൈറ്റ് കോഡിങ്ങിനെ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. ഞാനൊരു ഇവന്റിന് പോയി കഴിഞ്ഞപ്പോൾ somebody who doesn't know much about TypeScript could craft a very good functioning software in 3 months. Okay, so ഒരാൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടൂൾസും കുറച്ച് IDESനെ കുറിച്ച് നോളജ് ഉണ്ടെങ്കിൽ and if he has programmed in a couple of programming languages, definitely he'll be able to develop software. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താ പറയാ everybody should become a consultant. ഇനി ഒരു ജിഗ് എക്കണോമി ഉണ്ടാവുമോ? ഇതിനെ കുറിച്ചൊന്നും എന്താ പറയാ ഇനിയിപ്പോ ജിഗ് എക്കണോമി ഉണ്ടായാൽ തന്നെ ബാങ്ക്സും മറ്റവരൊക്കെ അവരുടെ ലെൻഡിങ് പാറ്റേൺ മാറ്റുമോ? ഇപ്പൊ ഞാൻ കൺസൾട്ടന്റ് ആയിരുന്നപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകത്തിന്റെ ഇറഗുലാരിറ്റി കാരണം ബാങ്ക്സ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ സോ ദാറ്റ് ഫോഴ്സ് മീ ടു ആക്ച്വലി ഗോ ഫോർ ജോബ്സ്. ഓക്കെ, അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എന്താ പറയാ ബാങ്ക് നമ്മൾ ക്രെഡിറ്റ് വർത്തിയാണെന്ന് വിചാരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോ ഇൻ ദിസ് സിറ്റുവേഷൻ maybe in the coming years, okay, there is definitely going to be change in the way we conduct business. And about in that world, what is your methodologies? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു സിമിലർ സിറ്റുവേഷൻ ഒരു കോവിഡിന് തൊട്ട് മുമ്പ് വന്നിരുന്നു. അറ്റ് ദാറ്റ് ടൈം കൊച്ചിയുടെ കോസ്റ്റ് കോമ്പറ്റീഷൻസിനെ കുറിച്ചാണ് ഒരാൾ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 6 മോഡ് ഓഫ് എംപ്ലോയ്മെന്റ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം, റിമോട്ട് വർക്കിംഗ് അല്ലെങ്കിൽ റിമോട്ട് ഹയറിംഗ് നടക്കുമെന്ന് അന്ന് ഒരു വിലയിരുത്തിയിരുന്നു. ആ രീതിയിൽ തന്നെ നടന്നിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു വിലയിരുത്തല് ഈ AI യുഗത്തില് ഇപ്പോ ആസ് ഓഫ് നൗ അത് സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഈച്ച് വൺ ഹാസ് ടു സെർച്ച് ഫോർ ദെയർ ഓൺ ഭാവാത്മകത. നന്ദി, നമസ്കാരം.